Meet the editors. സർക്കാർ ഔദാര്യമോ എന്നാണ് ചോദ്യം. പി എസ് സുനിൽ, ഒരുവിധ മുന്നൊരുക്കങ്ങളുമില്ലാതെ, ഒരു പഠനവുമില്ലാതെ, യഥാർത്ഥത്തിൽ ഒരാവശ്യം പോലും കേരളത്തിലെ ഒരു വനിതാ യാത്രക്കാരനും ഉന്നയിക്കാത്ത ഒരു വിഷയമാണ് സൗജന്യമായിട്ട് ഒരു മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്. അത് കൊടുത്തപ്പോൾ എല്ലാ KSRTC ബസ്സിലും വരുമെന്ന് കരുതി, പക്ഷേ അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുങ്ങി. ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് സ്ത്രീകളോടുള്ള ആദരവെന്ന നിലയിൽ ഇത് സമർപ്പിക്കുന്നുവെന്നാണ്. ഏകദേശം 3 മാസമാകുമ്പോഴേക്കും ആദരവ് ഔദാര്യമായി മാറുകയാണോ എന്നതാണ് ചോദ്യം. തീർച്ചയായും ഔദാര്യമാണെന്നാണ് ഇപ്പോൾ മന്ത്രി CP ജോൺ പറയുന്നത്. ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി പറയുകയാണ് ഇതൊരു ഔദാര്യമാണ്. കൃത്യമായി അദ്ദേഹം അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു എന്നതേ ഉള്ളൂ. നേരത്തെ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ പദ്ധതി തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു? പ്രിയദർശിനി പദ്ധതി എന്നായിരുന്നില്ല പേര്. KSRTCയിൽ കയറിക്കോളൂ, എല്ലാ സ്ത്രീകൾക്കും സൗജന്യം എന്ന് പറഞ്ഞ് തുടങ്ങിയ പദ്ധതി, ഈ പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ അത് കുറച്ച് ബസ്സുകളിൽ മാത്രമായി, അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി, അതിന് പ്രിയദർശിനി എന്ന് പേരിട്ടു. അങ്ങനെ കുറച്ച് ബസ്സുകളിൽ മാത്രമാണ് ഇപ്പോഴും ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആ ബസ്സുകളിൽ സ്ത്രീകൾ സൗജന്യ യാത്ര ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഇതാ ആ വകുപ്പിൻ്റെ മന്ത്രി പറയുകയാണ് ഈ സൗജന്യ യാത്ര എല്ലാവർക്കും ഇല്ല, ഇത് എല്ലാവരെയും ഉദ്ദേശിച്ച് നടപ്പാക്കിയതല്ല, ഇത് ചില ആളുകളെ മാത്രം ഉദ്ദേശിച്ച് നടപ്പാക്കിയതാണ്, പക്ഷേ മറ്റു ചിലർ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് മന്ത്രി എന്ന് പറഞ്ഞത്. അതായത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നടപ്പാക്കിയ പദ്ധതിയല്ല ഇത് ചില ആളുകളെ മാത്രം ഉദ്ദേശിച്ച് നടപ്പാക്കിയതാണ്, അത് മറ്റു ചിലർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ഇന്ന് ഈ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി പറയുകയാണ്. അതായത് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ, അത് സമരം ചെയ്ത് നേടിയ അവകാശമല്ല, അങ്ങോട്ട് പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. നിങ്ങൾക്കിതാ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രകടന പത്രിക ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച് അതിനുശേഷം വന്ന സമ്മർദ്ദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതി ഇപ്പോൾ 3 മാസം കഴിയുമ്പോൾ അത് ഔദാര്യമായി മാറുകയാണ് എന്നതാണ് മന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന. നോക്കൂ, എന്താണെന്ന് മന്ത്രി പറഞ്ഞത്. ഇത് കേരളത്തിലെ സ്ത്രീകൾ അഭിനയിക്കുകയാണത്രേ, ദാരിദ്ര്യം അഭിനയിക്കുകയാണെന്ന്. ദാരിദ്ര്യം കേരളത്തിലെ സ്ത്രീകൾ അഭിനയിക്കുകയാണ്. ആ ദാരിദ്ര്യം അഭിനയിച്ചുകൊണ്ടാണ് ഈ KSRTC ബസ് കാണുമ്പോൾ എല്ലാവരും തിക്കിക്കയറി അതിനകത്തേക്ക് കയറുന്നത് എന്നതാണ് ഇന്ന് മന്ത്രിയുടെ പ്രസ്താവന. എത്രത്തോളം അപമാനകരമാണ്, കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം അപമാനകരമാണ്. മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ഒരു ആദരവാണെന്നാണ്, പിന്നീട് ഉദ്ഘാടന ചടങ്ങിലും പറഞ്ഞു ഒരു ആദരവാണെന്നാണ്. അപമാനമാണ് ഇപ്പോൾ, അപമാനം. കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സർക്കാർ. ഈ വകുപ്പ് മന്ത്രിയും അതാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിനുശേഷവും അവിടെ കിടന്ന് ഉരുളുകയാണ്. പൂർണ്ണമായി അദ്ദേഹം ക്ഷമ ചോദിച്ചിട്ടില്ല, അവിടെ കിടന്ന് ഉരുളുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സമീപനം. അപ്പോൾ ഇവിടെ മന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ടല്ലോ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർക്കുന്നില്ല, നേരെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്ന അവിടെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു. ആ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്ത്രീകളാണ് KSRTCയിൽ വന്ന് സൗജന്യ യാത്ര നടത്തുന്നത്. ഇതാണ് മന്ത്രി പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കണക്കുകൾ തന്നെ തെറ്റാണ്. മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും അറിയില്ല, അതെനിക്കിന്ന് മനസ്സിലായി. കാരണം CP ജോൺ എന്ന് പറയുന്ന ആൾ സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം SFIയിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, തൊഴിലാളി ആയിരുന്നു. അതിനുശേഷം MV രാഘവൻ്റെ കൂടെ CMPയിൽ ചേർന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി. പക്ഷേ അദ്ദേഹം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന ആളാണ്, തൊഴിലാളി നേതാവാണ്. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള വലിയ ചരിത്രമുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചേയില്ല എന്നുള്ളതാണ്. CP ജോൺ എന്ന് പറയുന്ന ഒരു നേതാവിൽ നിന്ന് ഒരിക്കലും കേരളം പ്രതീക്ഷിക്കാത്തൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം മന്ത്രിയായപ്പോൾ ഇവിടെ നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു അഹങ്കാരം, അതായത് മന്ത്രി എന്നൊരു അഹങ്കാരം, മന്ത്രി എന്നൊരു ഹുങ്ക് എന്നതിലേക്ക് ഇവരൊക്കെ തന്നെ മാറുകയാണെന്നൊരു വലിയ ചോദ്യമാണ് എനിക്കുള്ളത്. നോക്കൂ, ഇവിടെ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് CP ജോൺ പറഞ്ഞല്ലോ, ഇന്ന് മന്ത്രി CP ജോൺ പറഞ്ഞല്ലോ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിദ്യാലയങ്ങളിലൊക്കെ തന്നെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദ്യാർത്ഥികൾ, 1ാം ക്ലാസ്സിൽ ചേർന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗങ്ങളാണ്. അത് സർക്കാർ വിദ്യാലയങ്ങളായിക്കോട്ടെ, സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളായിക്കോട്ടെ. സ്വകാര്യ സ്കൂളുകളുടെ എണ്ണം ആകെ 1000 ഉള്ളൂ. നോക്ക്, കേരളത്തിലാകെ 12,951 സ്കൂളുകളാണ് കേരളത്തിൽ ആകെയുള്ളത്. അതിൽ 11,909 സ്കൂളുകളും പൊതുവിദ്യാലയങ്ങളാണ്. അതായത് സർക്കാർ വിദ്യാലയങ്ങൾ 4,693, സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ 7,216 അങ്ങനെ 11,909 പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, സ്കൂൾ വിദ്യാഭ്യാസമുണ്ട്. ആകെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ 1042 ഉള്ളൂ.
അതായത് കേരളത്തിലെ 12,951 വിദ്യാലയങ്ങളിൽ സ്വകാര്യ സ്കൂളുകൾ എന്ന് പറയുന്നത് 1042 ഇനി സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണെന്നറിയോ? ഏതാണ്ട് 29.27 ലക്ഷം. 30 ലക്ഷം വിദ്യാർത്ഥികളാണ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത്. സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വെറും 3.5 ലക്ഷം. അപ്പോൾ ഇപ്പോഴും കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അത് ഈ സാമ്പത്തിക വ്യത്യാസമില്ലാതെ, ദരിദ്രരെന്നോ മധ്യവർഗമെന്നോ ഉന്നതവർഗമെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അവരുടെ വിദ്യാർത്ഥികളെ, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ ഇപ്പോഴും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പൊതുവിദ്യാഭ്യാസ രംഗം തന്നെയാണ്. വിദ്യാഭ്യാസ രംഗം തന്നെയാണ്. അതാണ് ഈ കണക്കുകളൊക്കെ തന്നെ തെളിയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ഈ 2 മേഖലയിലും, അതായത് സർക്കാർ സ്കൂളുകളിലും സ്വകാര്യ സ്കൂളുകളിലും ഒക്കെ തന്നെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2022-23 വർഷം സ്വകാര്യ സ്കൂളുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 47,000 പക്ഷേ 2026-27 വർഷം എത്തിയപ്പോൾ അത് 44,152 കുറഞ്ഞു. 3,711 വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു. സർക്കാർ സ്കൂളുകളിലും അതേപോലെയാണ്. 2022-23 വർഷം 2,62,000 ആളുകൾ പ്രവേശനം നേടിയപ്പോൾ 2026-27 വർഷം, ഈ അധ്യയന വർഷം, അത് 2.06 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലുമുണ്ട്. അതുകൊണ്ട് സർക്കാർ സ്കൂളുകളിൽ ആരും ചേരുന്നില്ല എന്നൊരു സാഹചര്യം കേരളത്തിലില്ല. അപ്പോൾ അതിനെക്കുറിച്ചും മന്ത്രിക്കൊരു ധാരണയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ മന്ത്രി നടത്തിയിരിക്കുന്നത് KSRTCയുടെ വരുമാനം കുറഞ്ഞപ്പോൾ, KSRTCക്ക് ഇത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചപ്പോൾ അത് വലിയ സാമ്പത്തിക നഷ്ടമായപ്പോൾ ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഒരു നീക്കത്തിലേക്ക് CP ജോണിനെ പോലൊരു തൊഴിലാളി നേതാവ്, ഒരു ഇടതുപക്ഷ നേതാവ് മാറി എന്നുള്ളതാണ് എത്രത്തോളം അപമാനകരമാണ്. ഇനി മുഖ്യമന്ത്രി VD സതീശൻ, ഞാൻ പറയുന്നത് ഇത് CP ജോണിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഈ സർക്കാരിൻ്റെ ഒരു പൊതുവായ ഒരു സമീപനമാണ്. അത് മുഖ്യമന്ത്രി VD സതീശനിലും കാണാം. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രളയബാധിത മേഖലകളിൽ പോയല്ലോ. കഴിഞ്ഞ 3-4 ദിവസമായി അദ്ദേഹത്തെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ, കേരളത്തിലെ മുഴുവൻ സന്നദ്ധ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും വിമർശിച്ച ശേഷമാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ ദുരിതബാധിത മേഖലകളിലേക്ക് പോയിട്ടുള്ളത്. അത് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പ്രളയത്തിൽ മധ്യ കേരളത്തിലെ കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും ജനങ്ങൾ ആകെ ദുരിതം അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഇവിടെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയി. അതുപോലെ തന്നെ കോഴിക്കോട്ട് പൊന്നാനിയിലുള്ള സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അവിടെയുള്ള ദുരന്ത മേഖലകൾ സന്ദർശിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ ആശുപത്രിയിൽ സന്ദർശിക്കാനായി ഹെലികോപ്റ്ററിൽ വരുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയതാണ്. ആ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ അത് വെളിപ്പെടുത്താനാകില്ല എന്ന് പറയുന്നു. എന്തൊരു അത്ഭുതമാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു പൊതു സമീപനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു രീതിയിൽ സർക്കാർ ജനങ്ങളെ കാണുന്നത് ശരിയല്ല. ദരിദ്രരെന്നോ അല്ലെങ്കിൽ മധ്യവർഗമെന്നോ ഉന്നതവർഗമെന്നോ എന്നൊന്നുമില്ല. ഭരണഘടന പറയുന്നത് എല്ലാവർക്കും തുല്യ അവകാശമാണ്. നിങ്ങളൊരു ആനുകൂല്യം അല്ല, നിങ്ങളൊരു അവകാശം നിങ്ങൾ സ്ത്രീകൾക്ക് കേരളത്തിൽ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് അവകാശമായി തന്നെ കൊണ്ടു നടക്കാനുള്ള, അത് നൽകാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. അതല്ലാതെ അത് നൽകിയ ശേഷം അവരെ ഈ രീതിയിൽ അപമാനിക്കരുത്. അധികാരത്തിലെത്തിയ ശേഷം എല്ലാം മറക്കുന്ന സമീപനം ഈ സർക്കാരിന് ഗുണം ചെയ്യില്ല. ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ നമ്മൾ നോക്കിയാൽ അധികാരത്തിലെത്തിയ ശേഷം എല്ലാം മറക്കുന്ന പ്രവണത ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് PM ശ്രീയിൽ കണ്ടിട്ടുണ്ട്, മറ്റ് പല നിലപാടുകളുടെയും കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്നലെയും വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ച് പറയുന്നു PM ശ്രീയിൽ നിന്ന് പിന്മാറാനാകില്ല. 2 ദിവസം മുൻപാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് രേഖാമൂലം. അത് അബ്ദുൾ വഹാബ് MP നൽകിയ മറുപടിയിലാണ് പറഞ്ഞത്. PM ശ്രീയിൽ കേരളത്തിന് വേണമെങ്കിൽ പിന്മാറാം, ഒപ്പിട്ടാലും പിന്മാറാം. PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നിത്യാനന്ദ റായ് പാർലമെന്റിൽ ആവർത്തിച്ച് പറയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി VD സതീശന് മാത്രം അത് മനസ്സിലാകുന്നില്ല. VD സതീശൻ ഇപ്പോഴും PM ശ്രീയുമായി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതല്ല, തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സർക്കാരിൻ്റെ സമീപനമാകെ മാറുകയാണ്, മന്ത്രിമാരുടെ സമീപനമാകെ മാറുകയാണ്. അധികാരത്തിൻ്റെ അഹങ്കാരം അത് അധികാരത്തിലെത്തി 3 മാസം തികയുന്നതിന് മുൻപ് പല മന്ത്രിമാരിലും കാണുന്നു. അത് CP ജോണിലൂടെ ഇപ്പോൾ പ്രതിഫലിക്കുന്നു എന്ന് മാത്രം. സർക്കാർ ഔദാര്യമോ എന്നാണ് ചോദ്യം. മധു. ഔദാര്യമല്ല, ഇത് അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനാണ്.
നോക്കൂ, ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെയാണ് പ്രിയദർശിനി പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീയുടെ പേരിലാണ് ആ ഗ്യാരണ്ടികൾ പുറത്തേക്ക് വന്നത്. അത് ആ പദ്ധതിക്ക്, ആ പ്രത്യേക പദ്ധതിക്ക് അവർ പേരിട്ടിരിക്കുന്നത് പ്രിയദർശിനി എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചൊരു പദ്ധതി. ഇതിൻ്റെ വയബിലിറ്റിയെക്കുറിച്ചും അത് പ്രാക്ടിക്കൽ ആണോ എന്ന ചോദ്യത്തെക്കുറിച്ചും വലിയ വിമർശനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്താണ് പറഞ്ഞത്? ഇത് KSRTC നട്ടലൊടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത KSRTCക്കല്ല. സംസ്ഥാന സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ക്ഷേമ പദ്ധതി ആവിഷ്കരിക്കുന്നു, KSRTCയിലൂടെ നടപ്പിലാകുന്നു. അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇത് UDF പ്രഖ്യാപിച്ച് അതിൻ്റെ പേരിൽ പ്രചാരണം നടത്തി വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന അവരുടെ ഈ പറയുന്ന അധികാരത്തിലേറലിൻ്റെ ഏറ്റവും വലിയ ഇന്ധനം എന്ന് അവർ തന്നെ അഭിമാനപൂർവ്വം മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നത് പ്രിയദർശിനി പദ്ധതി, KSRTC സൗജന്യ യാത്രാ പദ്ധതി ജൂൺ 15 മുതൽ ആദ്യഘട്ടം ഓർഡിനറി ബസ്സുകളിൽ പ്രായ വരുമാന ഭേദമന്യേ എന്നതാണ്. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് പണമുണ്ടോ ഇല്ലയോ, സമ്പന്നരാണോ ദരിദ്രരാണോ, ഉപയോഗിക്കുന്നുണ്ടോ ദുരുപയോഗിക്കുന്നുണ്ടോ, ഇതൊന്നും അളക്കാൻ ഉള്ള ധാർമ്മികമായ അവകാശം ഈ മുന്നണിക്കോ ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിമാർക്കോ അധികാരത്തിൻ്റെ ഏതെങ്കിലും തലത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കോ അവകാശമില്ല എന്നതാണ് അതിൻ്റെ പ്രാഥമികമായ കാര്യം. കാരണം ഇത് എല്ലാവർക്കും എല്ലാ ബസ്സുകളും സൗജന്യം എന്നതായിരുന്നു പ്രഖ്യാപനം. ശരിയാണ്, കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ വേണ്ട പഠനം വേണം എന്നതായിരുന്നു എല്ലാവരും ഉയർത്തിയത്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്നതാണ് പിന്നീട് സർക്കാർ പറഞ്ഞത്. ആദ്യഘട്ടം ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കുന്നു എന്ന്. അപ്പോൾ ഇവരിന് 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ നടപ്പിലാക്കുമ്പോഴും ഈ പറയുന്ന പ്രശ്നം, ഈ പറയുന്ന അധിക്ഷേപം 2ാം ഘട്ടം, അധിക്ഷേപം 3ാം ഘട്ടം എന്ന നിലയ്ക്കുണ്ടാകുമോ എന്നതിലും നമുക്ക് സംശയിക്കാം. ഇനി നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാണ് ഇത് പറഞ്ഞത്, ഇത് ആദരവാണ് എന്ന്. ആ ചടങ്ങിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ഇത് സ്ത്രീകൾക്ക് കൊടുത്താൽ അത് കുടുംബത്തിൽ ചെല്ലും, പുരുഷന്മാർക്ക് കൊടുത്താൽ അത് എവിടെ ചെല്ലും? എന്നിട്ട് അദ്ദേഹം ഒരു ചിരി ചിരിക്കുകയാണ്. പുരുഷന്മാരെ അപമാനിച്ചു എന്നുള്ളത് പുരുഷന്മാർ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. പുരുഷന്മാർക്ക് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരെ എവിടെ കൊണ്ടുപോയി കളയും അല്ലെങ്കിൽ ചിലവാക്കും എന്ന കാര്യം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സ്ത്രീകൾക്ക് കൊടുത്താൽ അത് കുടുംബത്തിൽ ചെല്ലും. സ്ത്രീകൾക്ക് കൊടുത്താൽ കുടുംബത്തിൽ ചെന്നാൽ അവർക്കത് എങ്ങനെ വിനിയോഗിക്കണമെന്നത് അവരുടെ തീരുമാനമല്ലേ സർ? അവരവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കണമോ, അവരുടെ കുട്ടികൾക്ക് ഈ പറയുന്ന സർക്കാർ സ്കൂളുകളിൽ പഠിക്കണമോ, അവരുടെ കുട്ടികൾ അല്ലാതെ ഈ എന്താ പറയാ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കണമോ എന്ന് തീരുമാനമെടുക്കുന്നത് അവരുടെ തീരുമാനമല്ലേ? ഒരു ലാഭത്തിന്റെ കണക്ക് പറഞ്ഞിരുന്നു ഇടയ്ക്ക്. ഓരോ ദിവസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോ സ്ത്രീകൾക്കും ഉണ്ടാക്കുന്ന ലാഭം എത്ര എന്ന കണക്ക് കൂടി പറഞ്ഞു. അപ്പൊ ആ ലാഭം എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ ഇപ്പൊ ചിട്ടി തുടങ്ങണം എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഒരു സ്ത്രീക്ക് അവരുടെ പണവും ലാഭവും എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള നിർണയാധികാരമില്ലേ? സർക്കാർ ഔദാര്യം കൊടുക്കുന്നത് കൊണ്ട് സർക്കാർ പറയുന്നിടത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കണമോ? നോക്കിപ്പോൾ എൻ്റെ കുട്ടിയെ എവിടെ പഠിപ്പിക്കണം എന്നത് എൻ്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനമാണ്. അത് ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വരുമാനം, എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടം, അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ ഒന്നിനെയും ജഡ്ജ് ചെയ്യാനോ അളക്കാനോ പാടില്ല എന്നതാണ് 2ാമത്തെ കാര്യം. ഇനി 3ാമത്തെ കാര്യം, അഭിനയിക്കുന്നു. എന്താണ്? ദാരിദ്ര്യം അഭിനയിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ദാരിദ്ര്യം മറച്ചു വെക്കാനാണ് മനുഷ്യൻ കഷ്ടപ്പെടുക. അല്ലെങ്കിൽ ഇപ്പം വിശപ്പ്, പട്ടിണി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് 4 പേരുടെ മുഖത്ത് നോക്കി പറയുന്ന എത്ര പേരുണ്ട്? നമ്മളിപ്പോൾ ശരിയാണ്, ഒരു ഘട്ടത്തിൽ നമ്മളങ്ങനെ പറയുകയും മറ്റുള്ളവരുടെ സഹായം തേടുകയും ഒക്കെ ചെയ്യും. പക്ഷേ അത് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്, അനാരോഗ്യമുള്ളപ്പോഴും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾ ദാരിദ്ര്യം അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നവർ കള്ളന്മാരാവുകയാണ്, മറ്റൊന്നവർ അഭിനയിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനുഷ്യരെ അധിക്ഷേപിക്കുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരവകാശവും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജനങ്ങൾ മാർക്കിട്ടാണ് നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത്. അവരുടെ ജീവിത രീതിയെയോ അവരുടെ താല്പര്യങ്ങളെയോ അവരുടെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ അവരുടെ കുടുംബത്തിൻ്റെ തീരുമാനങ്ങളെയോ അളക്കാൻ നിങ്ങൾ ആളല്ല എന്നത് മനസ്സിലാക്കണം. അധികാരം കൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെയാണ് അധികാര അന്ധത എന്ന് പറയുക. CP ജോൺ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ, അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം ചരിത്രം പറയുമ്പോഴൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്, ഈ കാര്യങ്ങൾ അദ്ദേഹം പിൻപറ്റിയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്.
നമ്മൾ എത്ര മുകളിൽ വെച്ചിട്ടുള്ള ആളുകളാണെങ്കിലും അവർ പറയുന്ന രാഷ്ട്രീയതയും അവർ പറയുന്ന തെറ്റുകളെയും തിരുത്താനുള്ള ബോധ്യം കൂടി ഉണ്ടാക്കിയത് ഇങ്ങനെ കുറേ നേതാക്കൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് അവിടെ തിരുത്തേണ്ടതുണ്ട്. അങ്ങ് പറഞ്ഞത് തെറ്റാണ് എന്ന് അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇപ്പം ബിഹേവിയറൽ സയൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോഴും ബിഹേവിയറൽ സയൻസിനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്? ശരിയാണ്, പൊതു ആരോഗ്യം, അതുപോലെ പൊതുവിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ശരിയാണ്. അത് പോയി പറയുന്നത് എവിടെയാ? ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ. ആ ആൾക്കൂട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലയാണ്. അവിടെ പോയിട്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ എനിക്ക് മനസ്സിലാകുന്നില്ല. പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുന്നു, പരമദരിദ്രനായി അഭിനയിക്കുന്നു. അഭിനയം എന്നാൽ ചെറിയ കാര്യമല്ല. അവിടെ മുതലാണ് ഈ തുടക്കം എന്ന് പറയുന്നത്. അഭിനയം എന്നാൽ ചെറിയ കാര്യമല്ല. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുന്നു. സർക്കാർ സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോഴും ഫീസ് കൊടുക്കേണ്ടാത്ത സ്കൂളുകളിൽ പോകാതെ പ്രൈവറ്റ് സ്കൂളിൽ അയക്കുന്നു. എന്നാൽ അസുഖം വന്നാൽ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സ തേടി പോകുന്ന ആളുകളെയും കുറിച്ച് ഈ പറയുന്നുണ്ട്. ഇപ്പൊ KSRTC സൗജന്യ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല, സ്വന്തം മക്കളെ പ്രൈവറ്റ് സ്കൂളിൽ വിട്ടിട്ട് ചികിത്സയ്ക്ക് സർക്കാരിൻ്റെ അടുത്തേക്ക് പോകുന്ന ആളുകളെ കൂടി അദ്ദേഹം ഇതേ കാറ്റഗറിയിൽ വിമർശിക്കുകയാണ്. അപ്പൊ അങ്ങനെ CP ജോണിന് ഈ പറയുന്ന വേറൊരു ഔദാര്യമാണ് അദ്ദേഹത്തിന്. ഇതാണ് പ്രശ്നം. ഔദാര്യമല്ല സർക്കാരിൻ്റെത്. ഇവരാരും സാലറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നതാണോ ഇത്? അല്ല. ഇവർക്ക് സാലറി കൊടുക്കുന്ന എവിടുന്നാണ്? ഇതേ ഈ ജനങ്ങളുടെ പണത്തിൽ നിന്നാണ്, നികുതി പണത്തിൽ നിന്നാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾ മുടക്കുന്ന സമയത്തിനും നിങ്ങളുടെ എഫോർട്ടിനും നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പദവിയും ആനുകൂല്യമാണ് നിങ്ങളുടെ ഈ അധികാരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ജനങ്ങളെ ഇങ്ങനെ അങ്ങ് അളക്കുകയാണ്. എന്നിട്ട് അവർ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതും സർക്കാർ ആശുപത്രികളിൽ പോകുന്നതിനെയും കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ സ്കൂളുകളുമായി ബന്ധപ്പെട്ട പരാമർശം. അത് യാതൊരു കണക്കുകളെയും സാധൂകരിക്കുന്ന ഒന്നല്ല. അദ്ദേഹം വളരെ ഈ പറയുന്ന ഫാക്ട് വെച്ച് കണക്ക് വെച്ചൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിലും അദ്ദേഹത്തിന് പിഴവ് പറ്റിയിരിക്കുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അധികാരത്തിൽ വന്നു എന്നൊരൊറ്റ കാര്യം കൊണ്ട് ഇത്തരം പരാമർശം നടത്തി മുന്നോട്ട് പോകുക എന്നത് പ്രശ്നം തന്നെയാണ്. UDFന്റെ പൊതു തീരുമാനത്തിനനുസരിച്ചോ നയത്തിനനുസരിച്ചോ നിലപാടിനനുസരിച്ചോ അല്ല എങ്കിൽ അദ്ദേഹം അത് തിരുത്തേണ്ടതുണ്ട്, UDF അത് തിരുത്തേണ്ടതുണ്ട്, മുഖ്യമന്ത്രി സ്വന്തം കാര്യങ്ങളൊക്കെ തിരുത്തിയതിനു ശേഷം സമയമെടുത്തതും തിരുത്തേണ്ടതുണ്ട്. ഓക്കെ, സർക്കാർ ഔദാര്യമോ എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു: ഇത് സ്ത്രീകൾക്കുള്ള ആദരവാണ്, സർക്കാരിൻ്റെ ഔദാര്യമല്ല എന്നതായിരുന്നു. അന്നത്തെ പഞ്ച് ലൈനായിരുന്നു ഇന്ദിരാ പ്രിയദർശിനി എന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര തുടങ്ങുമ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ വാചകം. ഇന്നിപ്പോൾ 2.5 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോൾ സ്ത്രീകൾക്ക് അപമാനമായി ഈ യാത്ര മാറുന്നുണ്ടോ എന്ന് പൊതുജനം സംശയിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CP ജോൺ സ്വയം വിശേഷിപ്പിക്കുന്നത് അത് ഇപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന നിലയിലാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട തലങ്ങളിൽ അദ്ദേഹം ഇന്നുണ്ടാകുമായിരുന്നു, ഇന്ന് അദ്ദേഹം ആ പാർട്ടിയിൽ തുടർന്നിരുന്നെങ്കിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 69 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 29 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്നത്. അതായത് 40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം CPM-ഉമായിട്ടുള്ള യാത്ര അവസാനിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തെ നയിക്കുന്ന വിചാരങ്ങൾ പിന്നീട് ഇങ്ങോട്ട് UDFനെയും കോൺഗ്രസിനെയും നയിക്കുന്ന പൊതുബോധം തന്നെയാണ്. എപ്പോഴും ലിബറലായിട്ടുള്ള ആശയങ്ങൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന CP ജോണിനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. താൻ ആ അർത്ഥത്തിൽ ഒരു ക്ലാസിക്കൽ മാർക്സിസ്റ്റേ അല്ല ഈ CP ജോൺ എന്നുള്ളത്. അതുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ലേബിൾ CP ജോണിന് ചാർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത് അവകാശപ്പെടുമെന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ന്യൂ ലിബറലായിട്ടുള്ള ഒരു മനുഷ്യരാണ്. ന്യൂ ലിബറലായിട്ടുള്ള മനുഷ്യരുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. സർക്കാരിൻ്റെ സർവീസുകൾ കൈപ്പറ്റുന്ന ആളുകളോട് അവർക്ക് ആ അർത്ഥത്തിലുള്ള ഒരു പുച്ഛം അവരുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും. സർക്കാർ സർവീസ്, സൗജന്യം, സർക്കാർ സേവനം എന്നൊക്കെ പറയുന്നതിനെ നിരന്തരം ഒരു പുച്ഛബുദ്ധിയോടുകൂടി നോക്കുന്ന മനുഷ്യർ ഈ ന്യൂ ലിബറൽ സ്കൂളിൽപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ടിരിക്കുക എന്ന ആശയത്തിൻ്റെ ആളാണ്. ആസൂത്രണ ബോർഡിലായിരുന്നപ്പോഴും CP ജോണിൻ്റെ നിലപാട് മറ്റൊന്നായിരുന്നില്ല എന്നതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കാലം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചില പോളിസികളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, അത് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിലൊന്ന്, എങ്ങനെയാണ് ഇത് അപമാനിച്ചിരിക്കുന്നത് എന്നതാണ്. 2, വസ്തുതാവിരുദ്ധമായ കാര്യമാണ്.
3 അദ്ദേഹം ഈ പോവർട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ബിഹേവിയറൽ എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ വളരെ രസകരമായ ഒരു പഠനശാഖയാണ് നമ്മുടെ മനഃശാസ്ത്രവും നമ്മളുടെ പർച്ചേസിങ്ങും നമ്മളുടെ റാഷണാലിറ്റി എങ്ങനെയാണ് നിങ്ങളൊരു പ്രത്യേക സാമ്പത്തികാവസ്ഥയിൽ ഒരു പ്രത്യേക പബ്ലിക് പോളിസിയോട് എക്കണോമിക് പോളിസിയോട് സാധാരണ ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് നിശ്ചിതമായിട്ടുള്ള അക്കാഡമിക് ഫ്രെയിമുകളുണ്ട്. ഇതിനുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് വിശദീകരിക്കാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ആ പ്രസംഗം കേൾക്കുമ്പോൾ ഇതൊരു അക്കാഡമിക് സ്പീച്ചിൻ്റെ തുടക്കമാണ്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ തനി വഷളൻ പ്രസംഗമായി തീർന്നു. എങ്ങനെയാണ് പോവർട്ടി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ? അതൊരു കോമൺ സൈക്കയാണെന്നേ. കാര്യം റേഷൻ കടയിൽ പോകുന്ന ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഈ സൗജന്യം പറ്റുന്ന മനുഷ്യർ, അവരൊന്നുകിൽ 2 തരത്തിൽപ്പെട്ടവരാവാനേ സാധ്യതയുള്ളൂ. ഒന്നുകിൽ ലുംപൻ പ്രോലിറ്റേറിയറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പെറുക്കികൾ എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്ലാസ് കോൺഷ്യസ് അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരല്ലാത്ത ആളുകൾ. പിന്നെയുള്ള ആളുകൾ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളുകൾ, ഡെയിലി വേജസ് ആയിട്ടുള്ള ആളുകൾ, കാര്യമായ വരുമാനമില്ലാത്ത ആളുകൾ. പിന്നെ ഈ സൗജന്യമൊക്കെ പറ്റാൻ പോകുന്ന ചില കള്ളന്മാർ, അതായത് APLൻ്റെ റേഷൻ കാർഡിന് യോഗ്യതയുണ്ടായിരുന്നിട്ടും BPLൻ്റെ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ കള്ളന്മാർ. യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് ഏറ്റവും വേദനിക്കുന്നത് അങ്ങനെയൊരു ഡെഫിനിഷൻ, അങ്ങനെയൊരു വിളി ഈ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ്. നാളെ ഈ ഇന്ദിരാ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി ഓഫീസിൽ പോകുന്നതോ ഇല്ലെങ്കിൽ ഡെയിലി വേജ് ചെയ്യുന്നതോ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഒരു സ്ത്രീയോ സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ അന്ന് പണിക്ക് പോകാതെ ഒന്ന് മുഷിയാത്ത വസ്ത്രമിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒരുങ്ങി ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോകാൻ വേണ്ടിയിട്ട് അന്ന് ജോലിക്ക് പോകാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ മനസ്സിൽ കിടക്കുന്ന വികാരം എന്തായിരിക്കും? പ്രൈവറ്റ് സ്കൂളിലായിരിക്കും മകനെ ചേർത്തിട്ടുണ്ടാവുക. എന്നിട്ട് ഇതാ ഇറങ്ങി നടക്കുന്നു ഇന്ദിരാ പ്രിയദർശിനി ബസ്സിൽ സൗജന്യം പറ്റാൻ എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ വാചകം. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോളല്ലേ. നാളെ നിങ്ങൾ ഒരു വിഭാഗത്തെ എങ്ങനെയാണ് ഇനി സമൂഹം കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് സംശയം ഇതാണ്. ഈ സർക്കാരിനോട് കേരളത്തിലെ ഏതെങ്കിലും ഒരു തൊഴിലെടുക്കുന്ന സ്ത്രീ വന്ന് പറഞ്ഞോ ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്ന്? നമ്മളാരും കേട്ടില്ല. ഒരു നിവേദനവും ഒരു പാർട്ടിക്ക് മുന്നിലോ ഒരു സർക്കാരിന് മുന്നിലോ ഗതാഗത വകുപ്പിന് മുന്നിലോ കേരളത്തിലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയും ഇന്നേ വരെ വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡയായിട്ട് മറ്റിടങ്ങളിൽ പരീക്ഷിച്ച്, കർണാടകയിൽ പരീക്ഷിച്ച്, തമിഴ്നാട്ടിൽ പരീക്ഷിച്ച്, നിങ്ങൾ മറ്റുള്ള കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് കൊണ്ടുവന്നൊരു സാധനമെടുത്ത് കേരളത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഒരു പഠനവും നടത്താതെ എന്ന് ഓർമ്മിക്കണം. അതും കേരളത്തിൻ്റെ സ്ഥിതി അങ്ങേയറ്റം വ്യത്യസ്തമായിരിക്കെ വടക്കൻ കേരളത്തിലുള്ളതുപോലെയല്ല തെക്കൻ കേരളത്തിലെ ട്രാൻസ്പോർട്ടേഷൻ്റെ സംവിധാനം എന്ന് പറയുന്നത്. അവിടെ സർക്കാർ വാഹനങ്ങളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും അനുപാതം പല തരത്തിലാണ്. ഓരോ 100 കിലോമീറ്റർ കഴിയുന്തോറും ആ അനുപാതം വല്ലാത്ത രീതിയിൽ വ്യത്യാസമാകുന്നത് കാണാം. ഇതിനെക്കുറിച്ചൊരു ശാസ്ത്രീയ പഠനവുമില്ലാതെ, ഒരു മുന്നൊരുക്കവുമില്ലാതെ, ഇത് ആർക്ക് കൊടുക്കണമെന്ന് പോലും നിശ്ചയിക്കാതെ, ഏതൊക്കെ വാഹനങ്ങളിൽ കൊടുക്കാം എന്നത് പോലും ഇല്ലാതെ തിരഞ്ഞെടുപ്പിൻ്റെ 4 വോട്ടിന് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതി, ഒടുവിൽ ആ പദ്ധതി തിരിച്ചടിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2 കാര്യങ്ങളാണ്. അതിൽ ഞാൻ അന്നും ഇന്നും എടുത്തൊരു നിലപാടുണ്ട്. ഇത് സ്ത്രീകളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, എംപവർമെൻറ്റിനെ സഹായിക്കുന്നുവെങ്കിൽ നമ്മളിതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മുന്നൊരുക്കങ്ങളില്ലാതെ കൊണ്ടുവന്ന ഈ പദ്ധതി കാരണം ഇപ്പോൾ 2 ക്രൈസിസിൽപ്പെട്ടിരിക്കുക. ഒന്ന് KSRTC, അത് സർക്കാരിൻ്റെ ഔദാര്യത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു കോർപ്പറേഷനായിട്ട് മാറുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രൈവറ്റ് ബസ് ഇന്നിപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്ന അവസ്ഥയിലാണ്. അവിടുത്തെ തൊഴിലാളികളും അവിടുത്തെ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ പരിഹരിക്കാമെന്നറിയുന്നില്ല. ഒടുവിൽ മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ വാചകം എന്നെ ഞെട്ടിച്ചു. ഇത് ആദ്യമായിട്ടല്ല കേട്ടോ മന്ത്രി കുഴപ്പത്തിലാവുന്നത്. മന്ത്രി പറഞ്ഞത് നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ വരുമാനം കണ്ടെത്തണം. സ്വകാര്യ ബസ് ഉടമകൾ മറ്റെന്ത് ജോലി ചെയ്തിട്ടാണ് അവരുടെ മേഖലയിൽ വരുമാനം വർദ്ധിപ്പിക്കേണ്ടത്? പരസ്യം കൊടുക്കുക. ഇതൊക്കെ ഒരു പരിധിയില്ലേ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു മുന്നൊരുക്കവും ഇല്ലാതെ കൊണ്ടുവന്നു. എന്നിട്ട് പറയുകയാണ് 100 ദിവസത്തെ പൈലറ്റ് പ്രോജക്റ്റായിട്ട് ഇത് കൊണ്ടുവരികയാണ് എന്നാണ് പറഞ്ഞത്. എപ്പോൾ? നടപ്പാക്കുന്ന സമയത്ത്. ഇതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ കൊണ്ടുവന്ന് സർക്കാർ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയേണ്ട, മറ്റൊരു കാര്യവും പറയേണ്ട, അവകാശമാണെന്ന് പറയേണ്ട. പകരം ഇപ്പോൾ അവരെ ലേബൽ ചെയ്യാണ്, അവരെ നെയിം കോൾ ചെയ്യുകയാണ്. അവരെ നമ്മൾ ഈ സാധാരണ ശകാര പേരിടിയിൽ എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് യഥാർത്ഥത്തിൽ CP ജോൺ വഴിവെച്ചു കൊടുത്തു എന്നതാണ് ഏറെ നിർഭാഗ്യകരമായ കാര്യം. അതുകൊണ്ട് നാളെ ആത്മാഭിമാനത്തോടു കൂടി ഈ വണ്ടിയിൽ കയറാൻ വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മന്ത്രിയുടെ വാക്കുള്ളി കിടക്കുകയാണ്. അയ്യോ, ഞാൻ അഭിനയിക്കുകയാണ് എന്ന് മറ്റേ ആൾക്ക് തോന്നുമോ? ഞാൻ എൻ്റെ മകളെ ഏതെങ്കിലും ഒരു എയ്ഡഡിലോ അൺഎയ്ഡഡ് സ്കൂളിലോ വിട്ടതിന് ശേഷം വണ്ടിയുടെ ഈ സൗജന്യം പറ്റാൻ വരുന്ന ഒരാളായിട്ട് തോന്നുമോ എന്നുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മന്ത്രി ഓർമ്മിക്കേണ്ടതായിരുന്നു. കാരണം അതിന് ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതായിരുന്നു. മന്ത്രിയുടെ കയ്യിൽ
കയ്യിൽ കണക്കുണ്ടോ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നേരത്തെ പിയാസ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയിൽ സംഭവിച്ചിരിക്കുന്ന ഡിപ്പിനെ കുറിച്ച് കൃത്യമായ കണക്കുകൾ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഉള്ളതല്ലേ? പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ കുറഞ്ഞു, നമ്മുടെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ കുറഞ്ഞു. 3711 വിദ്യാർത്ഥികൾ കേരളത്തിലെ അത്യാവശ്യം ഉയർന്ന ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട് സാർ. പൊതുവിദ്യാലയങ്ങളിൽ നിന്നും കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബർത്ത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മൊത്തം നോക്കിയാലും ഈ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഇപ്പോഴും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇന്നിപ്പോൾ 100 പേർ ഈ ബസ്സിൽ കയറിയാൽ, 70 പേർ ഈ ബസ്സിൽ കയറിയാൽ ഒരു 5-10 ആളുകൾ ഒഴിച്ചാൽ ബാക്കി 60 പേരുടെയും കുട്ടികൾ പഠിക്കുന്നത് ഈ പറയുന്ന പൊതുവിദ്യാലയത്തിലാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സാമാന്യവൽക്കരണത്തിന് കഴിയുക? എങ്ങനെയാണ് സാമാന്യവൽക്കരണത്തിന് കഴിയുക? 70 പേരിൽ ഒരു 10 പേരുടെ കുട്ടികൾ ഒരു പക്ഷേ എയ്ഡഡിലോ അൺഎയ്ഡിൽ പഠിക്കുന്നവരുണ്ടാവും. അതിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഹൈസ്കൂൾ ആകുമ്പോഴേക്ക് കുട്ടികളെ പബ്ലിക് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒന്ന്, മന്ത്രിയുടെ കയ്യിൽ ഒരു ഡാറ്റയുമില്ല. ഈ കൂട്ടത്തോടു കൂടി സർക്കാർ ബസ്സുകളിലേക്ക് തള്ളിക്കയറാൻ വരുന്നു എന്നുള്ളതാണ്. സാർ, ഇതൊരു ഔദാര്യമായി തീരുന്നത് ആ പ്രയോഗത്തിലാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വസ്തുതാപരമായിട്ടുള്ള പിശകുള്ളത്, ദാരിദ്ര്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞ വാചകം എന്നെ ഞെട്ടിച്ചു. ചില പാവപ്പെട്ടവർ പണക്കാരനായും പണക്കാരൻ പാവപ്പെട്ടവരായിട്ടും അഭിനയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർ, ദാരിദ്ര്യം ഒരു ചോയ്സ് അല്ല, അത് ഒരവസ്ഥയാണ്. അത് മാർക്സ് അതിനെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥയുടെ ചൂഷണ വ്യവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതൊരാൾക്ക് അഭിനയിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല. അഭിനയം ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുന്നു എന്നാണ്. എന്തിനാണ് സാർ ഇത്? ആരെക്കുറിച്ചാണ്? കേരളത്തിൽ ഈ യാത്ര ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചാണോ? എന്നിട്ട് പറയുന്നു അടുത്ത സെൻറ്റൻസ്, പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത പെരുമാറ്റം, ബസ്സിന് കാശില്ലാത്ത സ്ത്രീകൾ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുകയാണ്. അതവരുടെ ചോയ്സാണ് സാർ. അങ്ങനെ ഈ സർക്കാർ ബസ്സിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സൗജന്യ യാത്ര നിങ്ങൾക്ക് അനുവദനീയമല്ല എന്നൊരു നിബന്ധന കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് ബാധകമാണ്. അങ്ങനെ കൊണ്ടുവന്നില്ലല്ലോ. നമ്മൾ ഇതേ വേദിയിൽ ഇരുന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ചില സർക്കാർ സർവീസുകളിൽ ഈ സർക്കാർ ബസ്സുകളിൽ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പ്രൊഫസർ കാശില്ലാതെ സർക്കാർ ബസ്സിൽ യാത്ര ചെയ്യും. അതേ ബസ്സിൽ തന്നെ ആദിവാസി ഉന്നതിയിൽ നിന്ന് വരുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ആൺകുട്ടി ഈ കാശ് കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അന്നും പറഞ്ഞു അത് പൊതുവായിട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വർഗ വിഭജനം ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എഗ്രീഡ്. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണം. പിന്നീട് അതിനുള്ളിൽ ഒരു വർഗവിഭജനം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ വേദനിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആത്മാഭിമാനം കാത്തുരക്ഷിക്കുന്ന സ്ത്രീകളാണ് എന്നതാണ്. എന്നിട്ട് അടുത്ത വാചകം പറയുന്നു, സർക്കാർ സ്കൂളിൽ നിന്ന് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. എവിടെയാണ് സാർ ഡാറ്റ? ഇന്നിപ്പോൾ ഉത്തര കേരളത്തിൽ സീറ്റ് കോഴ്സുകൾ പുതുതായിട്ട് അനുവദിച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? അവിടെ +1 +2 സീറ്റ് കിട്ടാനില്ലാത്തത് കൊണ്ട്. പത്തനംതിട്ടയിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതിന് കാരണം വേറെയാണ് സാർ. അപ്പോൾ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അവിടെയാണ്. അതല്ലാതെ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ ചേർത്തിട്ട് സർക്കാർ സ്കൂൾ ഒഴിഞ്ഞു കിടക്കുന്നതല്ല. മികച്ച സർക്കാർ സ്കൂളുകളായി നമ്മുടെ സ്കൂളുകൾ മാറിയിട്ടുണ്ട്, പൊതുവിദ്യാലയങ്ങൾ മാറിയിട്ടുണ്ട്. എന്നിട്ട് അടുത്തത്, സർക്കാർ ആശുപത്രി വരാന്തയിൽ തൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ട് കിടക്കുകയാണ്. ആര്? ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന സ്ത്രീയെക്കുറിച്ചാണ്. ഈ സർക്കാർ ആശുപത്രിയിൽ അടുത്ത കാലത്ത് സാറ് പോയി ചികിത്സ നേടിയിട്ടുണ്ടോ സാർ? അടുത്ത കാലത്ത് സാറിൻ്റെ കുടുംബമോ ഈ തിരുവനന്തപുരത്തോ കോട്ടയത്തോ ആലപ്പുഴയിലോ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരാന്തയിൽ കാത്ത് കിടന്നിട്ടുണ്ടോ സാർ? നല്ല പനിയുള്ള സമയത്ത് ജനറൽ ആശുപത്രിയുടെ 9ാം വാർഡിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ സാർ? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അഭിനയിക്കാൻ കിടക്കുന്നത് അല്ല സാർ, അവർക്ക് നിവൃത്തികേട് കൊണ്ട് കിടക്കുന്നതാണ് സാർ. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, കണ്ണേ മടങ്ങുക എന്നൊരു ചിത്രം കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചത് അഭിനയിച്ചു കിടന്ന വൃദ്ധനായിരുന്നില്ല സാർ. ജീവിതത്തിൻ്റെ ഈ ദയനീയ അവസ്ഥയുടെ ഏറ്റവും താഴത്തെ പടിയിൽ ഒരു മനുഷ്യൻ കിടക്കുന്ന അവസ്ഥയായിരുന്നു സാർ. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഇൻഷുറൻസും ഒക്കെ എടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിനറിയാം. ആ ലോവർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മനുഷ്യർ അവിടെയുണ്ട്. അവരെ ദയവ് ചെയ്ത് അപമാനിക്കരുതെന്നുള്ളതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇതിൽ നാളെ ഇത് സൃഷ്ടിക്കാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു പ്രോജക്റ്റ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മക്കൾ എവിടെ പഠിച്ചത്? സർക്കാർ സ്കൂളിലാണോ? ഇന്ദിരാഗാന്ധിയുടെ മക്കൾ പഠിച്ചത് സർക്കാർ സ്കൂളിലല്ല, കൊച്ചുമക്കളും പഠിച്ചത് സർക്കാർ സ്കൂളിലല്ല. ഞാൻ മനസ്സിലാക്കുന്നത് സഞ്ജയ് ഗാന്ധി പഠിച്ചത് കൊളംബസ് സ്കൂളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഡൂൺ സ്കൂളിൽ പഠിക്കുന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിലും കൊച്ചുമകനാണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ഇവരാരും തന്നെ സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്നവരല്ല. അവരെല്ലാവരും അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായി സ്വകാര്യ സ്കൂളുകളിൽ പഠിച്ചിറങ്ങേണ്ടി വന്നവരാണ്. അങ്ങനെയുള്ളവരെ ദയവ് ചെയ്ത് നിങ്ങൾ അപമാനിക്കരുത് എന്നുള്ളതാണ്
സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി സി പി ജോണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സി പി ജോണിൽ നിന്ന് നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കടന്ന് ഉരുളുകയാണ്. അപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സ്വകാര്യമായ തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത് എല്ലാവരെക്കാളും നന്നായിട്ട് അങ്ങേക്ക് മനസ്സിലാകുമായിരുന്നു എന്നാണ് കരുതിയത്. പക്ഷേ അങ്ങ് കേവലം സർക്കാരിൻ്റെ ബസ്സിൻ്റെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തള്ളിക്കയറുന്ന അഭിനയിക്കുന്ന സ്ത്രീകൾ എന്ന മട്ടിലൊരു പ്രയോഗം നടത്തിയത് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് അത്യധികം വേദനിപ്പിക്കുന്നതാണ്. കാര്യം ഈ സ്ത്രീകൾ ഒരിക്കലും അങ്ങയോടോ അങ്ങയുടെ പാർട്ടിയോടോ കേരളത്തിലെ പൊതുസമൂഹത്തോടോ ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണം എന്ന് യാചിച്ചു വന്നിട്ടില്ല. അവർക്ക് ഇപ്പോഴും വലുത് ആത്മാഭിമാനമായിരിക്കും. കയ്യിൽ കുറച്ച് പൈസയുടെ കുറവുണ്ടായിരിക്കും സർ. ദയവ് ചെയ്ത് അവരെ അപമാനിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സർക്കാർ ഔദാര്യമാക്കി മാറ്റി സി പി ജോൺ എന്നുള്ളതാണ്. ആ വാചകം അങ്ങ് പിൻവലിച്ച് മാപ്പ് പറയുന്നതായിരിക്കും അങ്ങയുടെയും മാന്യതയ്ക്ക് നല്ലത് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. ഒടുവിൽ ഇന്ദിരാ പ്രിയദർശിനി അടക്കം സർക്കാരിൻ്റെ സേവനങ്ങൾ ഔദാര്യമായോ എന്നതാണ് ചോദ്യം. ആന്റോ ഗാസ്റ്റ്രൻ, ഇപ്പോൾ യു ഡി എഫ് സർക്കാരിൻ്റെ ഒരു പൊതുധാരണ വെച്ചിട്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി, നിങ്ങളൊന്നും ഞങ്ങളെ പൊതുജനം അധികാരത്തിലേറ്റിയതാണ് എന്നുള്ള നിലയ്ക്കാണ്. പൊതുജനം അധികാരത്തിലേറ്റി കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ആരോട് മറുപടി പറയണ്ടല്ലോ. പാർട്ടിക്കൊന്നും അതിനകത്ത് വലിയ കാര്യമായ റോളൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം, ഏത് രീതിയിൽ പ്രവർത്തിക്കാം, ആരോടും മറുപടി പറയേണ്ട. പത്രക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെക്കിട്ട് കയറാം. പിന്നെ എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ശൈലി എല്ലാ മന്ത്രിമാരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്, മന്ത്രിമാരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്, ഔദാര്യമാണ് പോലും. 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് KSRTC ഔദാര്യം, രണ്ടാമത് സർക്കാർ സ്കൂളുകൾ ഔദാര്യം, മൂന്നാമത്തത് ആശുപത്രി, സർക്കാർ ആശുപത്രികൾ ഔദാര്യം. ഇതിലൊക്കെ ആരാണ് അവിടെ പോകുന്നത്? KSRTCയിൽ സാധാരണക്കാരായ ആൾക്കാർ, പിന്നെ സർക്കാർ സ്കൂളുകളിൽ സാധാരണക്കാരും പാവങ്ങളും, പിന്നെ ആശുപത്രികളിൽ വരാന്തയിൽ കിടക്കുന്നവരും പാവങ്ങളും പാവപ്പെട്ടവരൊക്കെ, പണക്കാരും മറ്റുള്ള സംവിധാനം വേറെ. ഇങ്ങനെ എങ്ങനെയാണ് കേരളത്തിലെ മന്ത്രിമാർക്ക് പറയാൻ പറ്റുക? ഇങ്ങനെ ക്ലാസ് വഹിച്ച് തിരിച്ചിട്ട് ഇന്നവർ ഇന്ന സൗജന്യം മേടിച്ചോളൂ, ഇന്ന സൗജന്യം ഇന്ന ആൾക്കാർ മേടിച്ചു. ഇതൊക്കെ ഇവരാരാ നിശ്ചയിക്കാൻ? ഇവർ നിശ്ചയിച്ച് ഇപ്പം കേരളത്തിൻ്റെ പൊതു ബോധത്തിലൊക്കെ കയറി തീരുമാനമെടുക്കാൻ തുടങ്ങിയോ? ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ പോകണം, ഏത് രീതിയിൽ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വരെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്ന ചോദ്യം ചോദിക്കാം, ഇന്ന ചോദ്യത്തിന് മറുപടി കിട്ടും, ഇന്ന രീതിയിലാണ് പെരുമാറുക. ഇപ്പോൾ അതൊന്നും പറ്റത്തില്ല. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല. മനസ്സിലായി? അതിൻ്റെ വേറൊരു പതിപ്പാണ് വരുന്നത്. KSRTCയിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരെങ്കിലും പോയി ചോദിച്ചോ അവരോട്, ഞങ്ങൾക്ക് ഇന്ന സൗജന്യ യാത്ര തരണമെന്ന് ചോദിച്ചോ? ഇവർ തന്നെ തീരുമാനിക്കുന്നു, ഇവർ തന്നെ പറയുന്നു. എന്നിട്ട് അത് തീരുമാനിക്കുക. എന്നിട്ട് അന്നേരം ആ ചർച്ച വന്ന സമയത്ത് ചോദിച്ചതാണ്, കാറ്റഗറി വെച്ചിട്ട് പിന്നെ അതിന് അർഹരായ ആൾക്കാരെ അല്ലേ സെലക്ട് ചെയ്യേണ്ടത് ചോദിച്ചതല്ല കേരളത്തിലെ ജനങ്ങൾ. അന്ന് കേട്ടില്ലല്ലോ. കേരളത്തിലെ സ്ത്രീകൾക്കുള്ള ആദരവ് എന്ന് പറഞ്ഞാണ്. ഇതാണ് ആദരവ്, ഇത് അനാദരവാണ് അല്ലേ? ഇത് അനാദരവാണ്. ആരാണ് പറയുന്നത്? വകുപ്പ് മന്ത്രി പറയുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾ ഇവിടെ കള്ളത്തരം കാണിക്കുന്നു. എവിടെ പണമുള്ളവരെല്ലാം പണം തരാതെ പോകുന്നു എന്നുള്ളതാണ്. പണം തരുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി ടിക്കറ്റ് ഉണ്ടോ ഈ മന്ത്രിൻ്റെ അടുത്ത്? പണം തരുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ ഈ പ്രിയദർശിനി ബസ്സിൽ ടിക്കറ്റ് ഉണ്ടോ? അതും ഫ്രീ ടിക്കറ്റ് അല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്? എന്തൊക്കെ വിഡ്ഢിത്തരാണ് പറയുന്നത്. എന്നിട്ട് പറയട്ടെ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ്. എന്ത് വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ്? ഏത് വലത് കമ്മ്യൂണിസ്റ്റിനാണ്? 29ാമത്തെ വയസ്സ് CPM വിട്ടതാണ്. ഇന്ന് 69 വയസ്സായി, 40 വർഷമായി. ഇനി എന്ത് വലത് കമ്മ്യൂണിസ്റ്റിനെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്? ആരുടെ സഹയാത്രിയാണ്? UDFന്റെ സഹയാത്രിയാണ് അല്ലേ? കോൺഗ്രസിൻ്റെ സഹയാത്രികരാണ്. എന്നിട്ടാണ് പറയുന്നത് വലത് കമ്മ്യൂണിസ്റ്റ്. എന്ത് കമ്മ്യൂണിസ്റ്റ്? ഞാൻ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവേണ്ടെന്ന്, മനുഷ്യനായാൽ മതിയെന്ന്. മനുഷ്യനായ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? കേരളത്തിലെ ആശുപത്രികൾ വരാന്തകളിൽ കിടക്കുകയാണെന്ന് പറയുന്നത്. ഇത് പണമുള്ളവർ പോയിട്ട് കേരളത്തിലെ ആശുപത്രികളെ വരാന്തകൾ കിടക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ പണമുള്ളവരൊക്കെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ പണം കൊടുക്കണോ? അങ്ങനെയുണ്ടോ നിയമം? ഏത് ഡോക്ടറെ കാണണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭാഷ സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റിയ രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെ ഇവർ തീരുമാനിക്കാൻ തുടങ്ങിയോ? ആ ശീലയിലേക്ക് സംവിധാനം മാറിയോ? സർക്കാർ പണം ഇല്ലാത്തവരൊക്കെ പണം കൊടുത്ത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുക എന്ന് പറയുന്നത്. പണം ഇല്ലാത്തവർ പണം കൊടുത്ത് സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുക എന്ന് പറയുന്നത്. ഏത് സ്കൂളുകളിൽ കുട്ടി പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടി രക്ഷിതാവുമല്ലേ? അവരല്ലേ തീരുമാനിക്കേണ്ടത് ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടത്? നോക്കൂ, വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അവകാശമാണ്. സർക്കാർ സ്കൂളിലേക്ക് പോയി വിദ്യാർത്ഥികളെ വിട്ടിട്ട് മറ്റു കാര്യങ്ങൾക്ക് ലക്ഷറിക്ക് വേണ്ടി പണം മുടക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നിങ്ങൾ മാധു നമ്മുടെ കടലോരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കുട്ടികളെല്ലാം രാത്രിക്ക് രാവിലെ കടലിൽ പോയി ഈ തിരമാലയിലോട് മല്ലടിച്ച് വന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അറിയോ? 100 രൂപയ്ക്ക് മീൻ വിറ്റിട്ട് 50 രൂപയ്ക്ക് മീൻ വിട്ടിട്ട് അമ്മമാർ വന്ന് കുട്ടികളെ നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അറിയോ?
ഇതൊക്കെ അവരല്ലേ തീരുമാനിക്കുന്നത്? അവരുടെ വിഷനല്ലേ, അവരുടെ സ്വപ്നമല്ലേ അവരുടെ കുട്ടി എവിടെ എത്തണം എന്നുള്ളത്? ഇതൊക്കെ പറയാൻ കേരളത്തിലെ മന്ത്രി ആരാണെന്ന്? മന്ത്രി അതാരാണ്? KSRTCയുടെ മന്ത്രി, KSRTCയുടെ മന്ത്രി. ഇപ്പം എന്താ സംഭവം എന്ന് പറയും, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഈ CP ജോൺ എന്ന് പറയുന്ന മന്ത്രി വലിയ സ്വപ്നങ്ങളോട് കൂടി വന്ന ആളാണ്. അവിടെയാണ് ഈ പറയുന്ന VD സതീശൻ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നൂലിക്കെട്ടി ഇറക്കി KSRTC കൊടുത്തത്. മനസ്സിലായോ? അതോടുകൂടി അദ്ദേഹത്തിന് വിരക്തിയാണ്, ആ സമയം തുടങ്ങിയിട്ട് അതിന് വിരക്തിയാണ്. ഞാൻ അന്ന് ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, ഈ പ്രിയദർശിനി ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അവിടെ അതിനകത്ത് ഒരു ക്യാമറാമാൻ ഫോട്ടോ എടുക്കാൻ കയറി. ആ ക്യാമറേൻ്റെ അകത്ത് അദ്ദേഹം ഇറക്കി വിടുന്നൊരു വിഷലുണ്ട്, ആ ക്യാമറാമാനെ ആ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്നൊരു വിഷലുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും ആരോടാണെന്ന് ഈ ധാർഷ്ട്യം, ആരോട്. ഇതെന്താ ഈ പോസ്റ്റ് എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ജനങ്ങൾ കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ? അതൊരു സേവന പ്രവർത്തനമാണ്. ആ സേവന പ്രവർത്തനത്തിൽ ഇവർ അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ, അങ്ങനെ ചെയ്തോളൂ, നിങ്ങൾ ഇന്നത് കൈകൾ ചെയ്താൽ മതി, ഇതൊക്കെ ചെയ്യുന്നത് പാവപ്പെട്ടവരും പണക്കാരുമാണ് എന്ന് പറഞ്ഞൊരു വേർതിരിവ് കൊണ്ടുവരാൻ പറ്റുക, തീരുമാനിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് പിന്നെ വേറൊരു മന്ത്രി പറയുന്നത് കേട്ടു, കടലിൽ പോയി ഒരു 2 മത്സ്യത്തൊഴിലാളികളെ കാണാനില്ല, 5 ദിവസമായി തെരഞ്ഞു കിടക്കുന്നു. ഒരു പെൺകുട്ടി വന്ന് പത്രസമ്മേളനം നടത്തുന്നുണ്ട്. വളരെ വളരെ ദയനീയമായ തോന്നി ആ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അവിടെ ഈ പ്രശ്നമാണ്, നിങ്ങൾ പ്രിവിലേജ് അനുസരിച്ചിട്ടാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയാണ്. നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫാദർ ലോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഹെലികോപ്റ്റർ എടുത്ത് കാണാൻ വരുന്നു. ജീവൻ്റെ വില അറിയാം. കുട്ടി പറയുകയാണ്, ഞാൻ പറയുന്നതല്ല, ആ കുട്ടി പറയുകയാണ് ജീവൻ്റെ വില അറിയാം. പക്ഷേ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ പയ്യൻ്റെ അച്ഛൻ കടലിലും കാണാതെയായിട്ട് 5 ദിവസമായി, ഒരു അന്വേഷണം കാര്യമായിട്ട് നടക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജീവൻ്റെ വില അറിയാം എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം, അത് പ്രിവിലേജുള്ള ആൾക്കാർക്ക് പുതിയ സംവിധാനം, പ്രിവിലേജുള്ള ആൾക്കാർക്ക് കാര്യമായി എന്തൊക്കെയോ സംരക്ഷണവും സംവിധാനവും കിട്ടുന്നു, പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന സംവിധാനം ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. 5 ദിവസമായി തിരഞ്ഞെടുക്കുക. എന്നിട്ട് പറയുക കോസ്റ്റൽ ഗാർഡ് 12 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം വരെയാണ് കോസ്റ്റൽ ഗാർഡിന് പോകാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്, അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പം മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയാണ്, നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകൂ, ഞങ്ങൾ പോയി തിരയാം, അവിടെ ഞങ്ങളുടെ കൂടെ വരൂ. കോസ്റ്റലിലെ ആൾക്കാർ വരുന്നില്ല, അവിടെ പോയി തിരഞ്ഞെടുക്കുന്നില്ല, അവിടെ പോയി തിരയാൻ കൂട്ടുവെക്കുന്നില്ല. അപ്പോൾ എന്താണ്, അവിടെ പോയി കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഈ കോസ്റ്റലിലെ ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ വന്നു. കടലിനോടല്ലേ, കടലിൽ ഇവർക്ക് പരിചയമില്ല, ഛർദ്ദിക്കാൻ വന്നു. അവർ തിരിച്ചു പോന്നു പരിപാടി അവസാനിപ്പിച്ചിട്ട്. ഉൾക്കടലിൽ പോയി മത്സ്യം പിടിച്ച് വരുന്ന പറഞ്ഞ തൊഴിലാളികളെ ഇവരെ കൂടെ കൂട്ടിപ്പോയി അത് തിരയാനുള്ള സാഹചര്യമോ സംവിധാനമോ ഇവരെടുക്കുന്നില്ല. അതിൻ്റെ രോക്ഷോട് പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് അലേർട്ട് തന്നോ? ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് കടലിൽ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അലർട്ട് തന്നോ? ഇങ്ങനെ ഒരു മഴ പെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ പോകുന്നത്. 3 മണിക്ക് കേന്ദ്ര സർക്കാർ ഇവിടെ മഴ പെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ടുള്ള അലർട്ട് കൊടുത്തല്ലോ, അത് ഞങ്ങളെ അറിയിച്ചില്ല. ആരുടെ വീഴ്ചയാ? സർക്കാരിന്റെ വീഴ്ചയാണ്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാത്രി വൈകിയാണ് മുന്നറിയിപ്പ് വന്നതെന്ന്. 3 മണിക്ക് 3 മണിക്ക് കിട്ടിയ മുന്നറിയിപ്പ് ഇവരെ അറിയിച്ചില്ല. ഈ അറിയിക്കാത്തത് കൊണ്ട് ഈ കടൽക്ഷോഭത്തിൽപ്പെട്ട് ബോട്ട് മറിഞ്ഞ് ആളുകൾ മരിക്കുകയാണ്. ബോട്ട് വന്ന് കരക്കടിഞ്ഞു, ആളെ കിട്ടിയില്ല. ഇത് പോയി തിരയാനുള്ള സാഹചര്യം പോലും കേരളത്തിലില്ല. സൈലം ചോദിക്കില്ല. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. എറണാകുളത്ത് ഈ കൊച്ചിയിൽ വന്നപ്പോൾ എന്താണ്, ഞങ്ങൾ സ്വകാര്യ നിക്ഷേപകരെ കാണാൻ വന്നിരിക്കുന്നു. അത് ആരാണ് സ്വകാര്യ നിക്ഷേപകർ എന്ന് ചോദിക്കുമ്പോൾ പറയും, അതിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന്. അതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ VD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സ്വകാര്യ കമ്പനിയിലേക്ക് നിക്ഷേപം സ്വീകരിക്കാൻ വന്നതല്ലാന്നേ. കേരളത്തിലെ ജനങ്ങളുടെ പണമെടുത്ത്, കേരളത്തിലെ ജനങ്ങളുടെ സ്വത്ത് കൊടുത്ത്, കേരളത്തിലെ സർക്കാരിൻ്റെ സംവിധാനത്തോടു കൂടി കേരളത്തിൽ നിക്ഷേപം നടത്താൻ വരുന്നത് ആരാണെന്ന് അറിയാനുള്ള പൊതുധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇത് മനസ്സിലാക്കണ്ടേ? ഇത് നിങ്ങളോട് പറയേണ്ട കാര്യമല്ല, പറയേണ്ട സമയത്ത് പറയും. അതും കൂടെ ഉടക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? അതും കൂടെ നശിപ്പിക്കാനാണോ എന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിലുള്ള ആൾക്കാർ മുഴുവൻ, കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകരെ മുഴുവൻ നശിപ്പിക്കാനിരിക്കുകയാണോ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടെന്നറിയോ, ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ജനങ്ങൾ 2ാം നിലയിൽ കയറി ഇരിക്കരുത്. 2ാം നിലയിൽ നിങ്ങൾ വിളിച്ചാൽ വരണം, നിങ്ങൾ വന്നിട്ട് എവിടെ നിൽക്കണം? ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കണം എന്നുള്ളതാണ്. അവരുടെ ആത്മാഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. കാരണം അവർ ജീവിച്ചു വന്ന സാഹചര്യം അതല്ല. അവരെന്താണ് വിചാരിക്കുന്നത്? ഒരു ദിവസം കൊണ്ട് ഈ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ആരുടെ മുന്നിൽ പോയി കൈ നീട്ടാതെ, ആരുടെ മുന്നിൽ പോയി നിന്നു കൊടുക്കാതെ, ആരുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ, ആരുടെ സോപ്പിനും പേസ്റ്റിനും ബ്രഷിനും വേണ്ടി ചോദിക്കാതെ ഇവർക്കൊക്കെ കിട്ടുന്ന സംവിധാനം അവർ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി 100, 100, 1000 രൂപയ്ക്ക് ഡെയിലി കൂലിയെടുത്ത് അതുകൊണ്ടൊരു വീട് പണിത് ആ വീട്ടിൽ ജീവിച്ച് അവർക്ക് വേണ്ട മരുന്നും അവരെ കുട്ടികളെയും പഠിപ്പിച്ച് മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പറയുന്ന ഒരു സെക്കൻഡിലേക്ക് ഇനി ഇറങ്ങിക്കോളൂ, ദുരിതാശ്വാസ നിധിയിൽ
ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് കിടന്നോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ബോധത്തിൽ നിന്ന് ജനങ്ങൾ മാറി, ആ ബോധത്തിൽ നിന്ന് ജനങ്ങൾ മാറി. അതെ, അത് ആ ജനങ്ങൾ അല്ലല്ല, ഒരു മിനിറ്റ് മാധു, ആ ബോധത്തിൽ നിന്ന് ജനങ്ങൾ മാറി. ആ ബോധത്തിൽ നിന്ന് മാറുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്, ആ ബോധമില്ലായ്മയില്ല. എന്താണ് 2018 പ്രളയം ഉണ്ടായതാണ് മാധു. 2026 അല്ലേ? 2026 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതേ സ്ഥലത്ത് വീണ്ടും വെള്ളം കയറുകയാണ്. ആരുടെ പരാജയ? ആരാ പറയാ? സർക്കാരിന്റെ പരാജയമാണ്. അത് സർക്കാർ എന്ന് പറയുന്നത് എന്താ? UDF LDF എന്നുള്ളതല്ല. അവിടെ ആരാണോ ഭരിക്കുന്നത്, അവിടെ ആരാണോ ചെയ്യേണ്ടത്, ഞാനാരും വക്കാലത്തല്ല പറയുന്നത്, സർക്കാരിന്റെ പരാജയമാണ്. എന്നിട്ടിപ്പോൾ എന്താ ചെയ്യുന്നത്? 1000 രൂപ, 1 ലക്ഷം രൂപ കൊടുക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് 3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ അവരൊന്ന് സന്ദർശിക്കൂ, നിങ്ങളൊന്ന് ആശ്വസിക്കൂ, ആശ്വാസവാക്ക് പറയൂ. എന്ത് 10,000 രൂപ അതാ പറഞ്ഞേ? ആ, അത് പറയൂ. നിങ്ങളൊരു താൽക്കാലികമായി അതെ മാധു, നമ്മുടെ നാട്ടില് ചായ കുടിക്കണമെങ്കിൽ ഒരു ചായന്റെ വില 15 രൂപയാണ്. ഒരു ചായയുടെ വില 15 രൂപയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന സ്ഥലത്താണ് ഈ 10,000 കൊടുക്കുന്നത്. അപ്പം ഇത് പറഞ്ഞിട്ട് 4-ാമത്തെ ദിവസം വലിപ്പം കൊണ്ട് 1000 കോടി മുടക്കിയാണ് AC റോഡ് വെള്ളം കയറാത്ത രീതിയിൽ നവീകരിച്ചത്. അത് വേണമെന്നേ, അത് വേണം. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ചെയ്യേണ്ടത് എന്താണ്? ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ജനങ്ങളാണ് ചെയ്യുന്നത്. ഇതൊക്കെ സർക്കാരിന്റെ ഔദാര്യമാണ്. ഇത് സർക്കാരിന്റെ ഔദാര്യം കൊണ്ടാണ് ഈ സംവിധാനം. ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഇത് ആരുടെ കുറ്റാണ്? ഈ പറയുന്ന വരാന്തയിൽ രോഗി കിടക്കുന്നതിന്റെ പ്രശ്നം ആരുടെ കുറ്റാണ്? രോഗി വരാന്തയിൽ കിടക്കുന്നത്. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് വരാന്തയിൽ രോഗികളെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? വേറെ സംസ്ഥാനത്ത് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ്ഡായി, അതിനനുസരിച്ച് മാറ്റം വരണ്ടേ. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പണം കൊടുത്ത് സ്വകാര്യ ആശുപത്രി പോയിക്കൊള്ളാനാണ് പറയുന്നത്. സ്വകാര്യ ആശുപത്രി പോകുന്നില്ല, പോകാത്ത പണമുള്ളവരൊക്കെ ഈ പറയുന്ന വരാന്തയിൽ വന്ന് കിടക്കുക എന്ന് പറയുന്നത്. ഇത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ? ഇത് രണ്ടും തമ്മിൽ എന്താണ് ഒരു പൂരകമില്ല കേട്ടോ. ഈ പറയുന്ന KSRTC കയറുന്നു എന്ന് ഇത് പൈസയുള്ളവൻ KSRTC കയറുന്നു എന്ന് പറയുന്നു. അണ്ടർടോൺ വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞതിന്റെ പ്രത്യയശാസ്ത്രം വളരെ ക്ലിയർ ആണ്. അതായത് കാശുള്ളവൻ സർക്കാർ ആശുപത്രിയിൽ വരാന്തയിൽ വന്ന് കിടക്കണ്ട, അവൻ അവിടെ എന്തുണ്ട്? സ്വകാര്യ ആശുപത്രി ഉണ്ട്. അതേപോലെ നിങ്ങളിപ്പോൾ സ്വകാര്യ സ്കൂളിൽ വിടുന്നുണ്ടല്ലോ, അതുപോലെ എന്തിനാണ് സർക്കാർ ആശുപത്രി വരുന്നത്? സ്വകാര്യ സ്കൂളിൽ വിടുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ സർക്കാർ ബസ്സിൽ കയറുന്നത്? സ്വകാര്യ ബസ്സിൽ കയറൂ, സ്വകാര്യ ആശുപത്രിയിൽ പോകും. ഇതാണ് പറഞ്ഞതിൻ്റെ ഉത്തരം. ഇതാണ് UDFന്റെ നയം. അല്ലാതെ ഇത് CP ജോൺ പറഞ്ഞത് വാക്കുപിഴയായിട്ടല്ല, മനസ്സിലിരിപ്പ് പുറത്തു വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ വെക്കട്ടെ. അതാണ് ഞാൻ കാര്യം ചോദിച്ചത്. KSRTC സ്ത്രീകൾക്ക് പണം മേടിച്ച് ടിക്കറ്റ് കൊടുക്കാൻ ഇവരെ ടിക്കറ്റ് പോലും ഇല്ല. സർക്കാർ ഔദാര്യമോ എന്നതാണ് ചോദ്യം. യെസ് എന്ന് 4 പേർ. Meet the editors.